ഇപ്പോൾ മറിയക്കുട്ടിക്ക് വീട് കൈമാറുന്ന വീടിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് നടക്കുന്നത്. തത്സമയം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നമുക്കൊരു വീട് വെച്ചു കൊടുക്കണമെന്ന് KPCC തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ ആദ്യം തന്നെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ വീടുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് ഈ അമ്മച്ചി താമസിക്കുന്നത് ഇതിനേക്കാൾ വലിയ 450 സ്ക്വയർ ഫീറ്റിനേക്കാൾ കൂടുതലുള്ള വീടായതുകൊണ്ട് ഒരു അസൗകര്യം എന്നോട് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അന്ന് 650 ആക്കിയേക്കാം. അങ്ങനെയാണ് അമ്മച്ചിക്ക് 650 സ്ക്വയർ ഫീറ്റ് വീടും ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് നല്ല അടിപൊളി വീടാണ് ഞങ്ങൾ കൊണ്ടു കൊടുക്കുള്ളൂ. നമുക്ക് കേരളത്തില് ഇത്രയും വലിയ ഒരു പരസ്യം കിട്ടിയ സംഭവമില്ല. അതുകൊണ്ട് പരമാവധി 12 ലക്ഷം രൂപ നമുക്ക് മുടക്കിയ ഈ വീട് പണിതു കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ രാഷ്ട്രീയമായി പോലും നമുക്ക് ഈ ഒരു ഗുണം നമുക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നത് ഒരു വസ്തുത തന്നെ. അത് മാത്രമല്ല, ഇതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട AK മണി XMLA ഉൾപ്പെടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും അകമഴിഞ്ഞ സഹായം എനിക്കൊരു പണിയുന്നതിന് വേണ്ടി നൽകി. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുക. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അങ്ങനെ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ പാർലമെന്റിൽ വോട്ട് കിട്ടുകയില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ പരിപാടി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഞാൻ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ സ്നേഹത്തോടെ ക്ഷണിക്കുക. അങ്ങനെ ക്ഷേമ പെൻഷന് വേണ്ടി തെരുവിൽ ഭിക്ഷാടനത്തിനിറങ്ങി പ്രതിഷേധിച്ച മറിയക്കുട്ടിക്ക് KPCC നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാന ചടങ്ങാണ് നമ്മൾ തത്സമയം കാണുന്നത്. ആൽവിൻ ചേർന്നു വിവരങ്ങളുമായി. നമുക്കൊപ്പം ആൽവിൻ, മറിയക്കുട്ടി ഹാപ്പി അല്ലേ? സേതുലക്ഷ്മി, വലിയ സന്തോഷം തന്നെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ, സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് 6 മാസം മുടങ്ങിയതിനെ തുടർന്നാണ് ഒരു സമരമുറ എന്ന നിലയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഒരു മൺചട്ടിയുമായി യാതനാ സമരത്തിന് അവർ ഇറങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ രാഷ്ട്രീയ കോളിളക്കം കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. അവർ വലിയ തോതിൽ പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുക്കുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസ് മറിയക്കുട്ടിക്ക്
ഒരു വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചിരുന്നു. ആ വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ കോൺഗ്രസിന്റെ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മറിയക്കുട്ടിക്ക് ഒരു വീട് വെച്ച് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 13 ലക്ഷം രൂപ വില വരുന്ന അല്ലെങ്കിൽ നിർമ്മാണ ചെലവ് വരുന്ന ഒരു വീടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് KPCCയും അതോടൊപ്പം തന്നെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്ന് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ സംസാരിക്കുകയാണ്. അതെത്ര ഉചിതമായി എന്ന് ഇപ്പോ എനിക്ക് ബോധ്യപ്പെടുന്നു. കാരണം ഇത്രയേറെ ആളുകൾ ഈ മഴക്കും ഈ ചേട്ടത്തിയുടെ വീട്ടുകൂടൽ ഒരു ആഘോഷമാക്കി മാറ്റി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ആകർഷണീയമായ വസ്തുതകളുണ്ട് എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുക. അതുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി ഇതാണ്: കഷ്ടപ്പെടുന്നവർക്ക് സഹായം എത്തിക്കുക, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ചോദ്യം ചോദിക്കാതെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പതിവാണ് നമുക്ക്. ചേച്ചിയോട് ചോദിച്ചു പോലുമില്ല, ചേട്ടത്തിയോട് ചോദിച്ചു പോലുമില്ല എത്രയാണ് എത്ര വേണമെന്ന്. ഞങ്ങളിവിടെ വരുന്ന ഇവരൊക്കെ വന്നപ്പോൾ ഇവർ ചോദിച്ചു എത്ര കെട്ടണം, ആ പൈസ ചോദിച്ച പൈസ എടുത്തു ഞങ്ങൾ കൊടുത്തു. പിന്നെ ഞങ്ങളിപ്പോ ചേട്ടത്തിയുടെ വീട് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ 1019ാമത്തെ വീടാണ്. 1019 വീട് എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെയായിട്ട്. KPCCയുടെ ഹൗസിംഗ് സ്കീം ഇപ്പോഴെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് പാർട്ടി ഈ അനാഥന്റെ കൂടെയാണ്. വീടില്ലാത്ത ആളുകളെ സഹായിക്കാൻ പാർട്ടി സർവസജ്ജമായി ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരു ഏക പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ചില മൂല്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന മൂല്യങ്ങളൊക്കെ ഉണ്ട്. ആ മൂല്യങ്ങളിൽ ഒന്നാണ് ഈ ഇതുപോലുള്ള ഭവനങ്ങൾ. ആ ഭവനങ്ങൾ ഇനിയും ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുള്ള തീരുമാനം നമ്മുടെ മനസ്സിലുണ്ട്. അത് അർഹതപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യും. അതുകൊണ്ട് ചേട്ടത്തിക്ക് ഈ വീട് ഏൽപ്പിക്കുകയാണ് ഞാൻ ഇന്നിവിടെ. 2 കൈകൂട്ടി അമ്മയുടെ സ്വന്തം ഇന്ന് മുതൽ സ്വന്തമാണ്. ഇവിടെയാണ് അമ്മച്ചി താമസിക്കേണ്ടുന്നത്. കോൺഗ്രസ് പാർട്ടിയാണ് നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ചേട്ടത്തിക്ക് ഞാൻ എന്നാ കൊടുക്കേണ്ടത്? തുറന്നു കൊടുക്കാം. ഈ യോഗത്തിൽ മറിയക്കുട്ടി ചേട്ടത്തി 2 വാക്ക് സംസാരിക്കും. കാരണം എനിക്ക് ജീവിതത്തിൽ നടക്കാത്ത ഒരു കാര്യമാണത്. ഇതുപോലെ നല്ല വീട്ടിൽ ഞാൻ കിടക്കുന്ന ഇതുപോലെ നല്ലൊരു വീട്ടിൽ കിടക്കുന്ന ഞാൻ ഒരിക്കലും ധരിച്ചല്ല. ദൈവകാല നമ്മുടെ സാറ് എനിക്ക് നമസ്കാരം. ശരി, 2 വാക്ക് പറയുന്നതിന് വേണ്ടി മറിയക്കുട്ടി ചേച്ചി ക്ഷണിച്ചു. മറിയക്കുട്ടി ചേച്ചി ക്ഷേമ പെൻഷനു വേണ്ടി തെരുവിൽ ഭിക്ഷാടനത്തിനിറങ്ങി പ്രതിഷേധിച്ച മറിയക്കുട്ടിക്ക് അങ്ങനെ KPCC നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറിയിരിക്കുന്നു. 13 ലക്ഷം രൂപ ചിലവിലാണ് ഈ വീട് നിർമ്മിച്ചത്. ഇതിൽ 5 ലക്ഷം രൂപ KPCCയും മറ്റുള്ളത് സുമനസ്സുകളുമാണ് തുക നൽകിയത്. എന്താണെങ്കിലും കേരളത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച മറിയക്കുട്ടി ചേട്ടത്തി അവർക്ക് ഒരു വീട് ഇപ്പോൾ KPCCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു. അതിൻ്റെ താക്കോൽദാന ചടങ്ങാണ് നമ്മൾ കണ്ടത്.